മലയാളിയുടെ അന്നം മുട്ടിക്കുന്ന രീതിയിലേക്ക് അരിവില കൂടിയിരിക്കുന്നു. കേരളത്തിന്റെ ഇഷ്ട ബ്രാൻഡായ ജയ അരിക്കാണ് ചരിത്രത്തിലാദ്യമായി കിലോയ്ക്ക് 48 രൂപയിലേക്ക് എത്തിയത്. കഴിഞ്ഞ മാസം അരിവില സംബന്ധിച്ച് മാതൃഭൂമി ന്യൂസ് വാർത്ത നൽകിയിരുന്നു. അന്ന് കിലോയ്ക്ക് 38 രൂപയായിരുന്നു വില. ഒരു മാസത്തിനിടെയുണ്ടായത് വലിയ വില വർധന. നെല്ല് കിട്ടുന്നില്ല, വലിയ വിലയ്ക്കാണ് നെല്ല് കിട്ടുന്നത്. ആ വിലയ്ക്കനുസരിച്ചാണ് അവർ മാർക്കറ്റ് വയ്ക്കുന്നതെന്നാണ് അവർ പറയുന്നത്. കച്ചവടക്കാർ കച്ചവടം കുറഞ്ഞു. കച്ചവടം കുറഞ്ഞു വെച്ചാൽ 10 ആൾക്ക് വിൽക്കുന്നിടത്ത് 3 ആൾക്കാണ് വിൽക്കുന്നത്. അത് കച്ചവടം അത് ഞങ്ങൾ പേയ്മെൻറ്റും കറക്റ്റാಗಿ കൊടുക്കാൻ ഒക്കണില്ല. വാങ്ങിച്ച ആൾക്ക് കറക്റ്റ് സമയത്ത് പൈസ കൊടുക്കാൻ ഒക്കണില്ല. FCI വഴി മതിയായ അരി ലഭിക്കാത്തതും മറ്റു സംസ്ഥാനങ്ങളിലെ അരിക്ഷാമവും കാരണം ബംഗാളിൽ ഉപയോഗിക്കുന്ന 2ാം തരം ജയ അരിയും കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇതിന് ഗുണമേന്മ കുറവാണെന്ന് വ്യാപാരികളും സമ്മതിക്കുന്നു. ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമാണ് കേരളത്തിലേക്ക് കൂടുതലായി അരി എത്തുന്നത്. ആന്ധ്രയിൽ നെല്ല് സംഭരണം കുറഞ്ഞതാണ് വിലവർധനയ്ക്ക് മറ്റൊരു കാരണം. അതേസമയം അരിവില പിടിച്ചു നിർത്താൻ സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ അരിക്കട പദ്ധതി സാധാരണക്കാരിലേക്ക് എത്തുന്നില്ല എന്ന പരാതിയും വ്യാപകമാണ്. തലസ്ഥാനത്ത് ചിലയിടങ്ങളിൽ അരിക്കടയിൽ വേണ്ട അരിയും ലഭ്യമല്ല. ജിഷ കല്ലിങ്കൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.